എവ്രി വൺ, ഐ ആം വർഷ. അപ്പം ന്യൂ ഇയർ ഒക്കെയാണല്ലേ. ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊരു റിപ്പോർട്ടർ ഒരാളുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ന്യൂ ഇയർ ഒക്കെ അല്ലേ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ? ആൻഡ് ഹർ റിപ്ലൈ വാസ്, സാധാരണ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും നടക്കാറില്ലല്ലോ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, എന്നാലും ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. യെസ്, അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്ന ഒരു സന്തോഷമാണ്. പക്ഷേ മിക്ക ആൾക്കാർക്ക് എന്തുകൊണ്ടായിരിക്കും നടക്കാതെ പോകുന്നത്? 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഒത്തിരി വെറൈറ്റി ഓഫ് ഡിസിഷൻസ് എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർക്ക് അത് മേ ബി ലൈക്ക് 1-ാം തീയതി തൊട്ട് ഞാൻ നന്നാവും. വലിയൊരു ഡിസിഷനാണ്. 1-ാം തീയതി തൊട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങും, 1-ാം തീയതി തൊട്ട് ഞാൻ നന്നായിട്ട് പഠിക്കും. അങ്ങനെ പലതരത്തിലുള്ള റെസൊല്യൂഷൻസ് ഓർ ഡിസിഷൻസ് ആണ് അവരെടുക്കുന്നത് നമ്മൾ കാണാറ്. ബട്ട് വൈ, എന്താണ് അത് നടക്കാതെ പോകുന്നത്? This is exactly what we're going to discuss in this video. So, first of all, നമുക്കൊരു റെസൊല്യൂഷൻ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, നമ്മളൊക്കെ അത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒരു തരത്തിൽ അത് ചെയ്യാൻ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ആൻഡ് യു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഇസ്, ഓർ വാട്ട് മേക്സ് ഇസ് മോട്ടിവേറ്റഡ് ടു ഡു വൺ തിങ്. ഈ മോട്ടിവേഷനിലെ ഒരു ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഇത് പേര് പോലെ തന്നെ സിമ്പിളാണ്. വി ഗെറ്റ് മോട്ടിവേറ്റഡ് ടു ഡു തിങ്സ് ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. പറയുന്നത്ര സിമ്പിളാണോ നോക്കാം. സോ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു സെറ്റ് ഓഫ് കുട്ടികളെ എപ്പോഴും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവർ എന്ത് സംഭവിച്ചാലും അവർ പിറ്റേഴ്സ് ഹോംവർക്ക് ചെയ്തിട്ടേ വരുള്ളൂ. അവർ നമ്മളെപ്പോലെ പനിയായിരുന്നു, പാർട്ടി ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ റീസൺസ് ഒന്നും നമ്മൾ പറഞ്ഞ് കേൾക്കാറില്ല. അന്ന് നമ്മൾ വണ്ടർ ചെയ്തിട്ടുണ്ടാവും, how come he is doing this or she is doing this എന്നുള്ളത്. The reason is, കുറച്ച് ആൾക്കാർക്ക് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺസിക്വൻസസ് ഫേസ് ചെയ്യുക അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം അവർ തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പം ടീച്ചർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ആ ഒരു കോൺസിക്വൻസ് ഇല്ല, ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ചില ആൾക്കാർ ദേ വിൽ മേക്ക് ഷുവർ ദേ വിൽ അവർ സമയം കണ്ടെത്തി ഒരു ആക്ടിവിറ്റി ചെയ്യും എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് പാരൻസ് പറയുന്ന കാര്യങ്ങൾ. ചില കുട്ടികൾ എന്തായാലും അത് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അവരത് ചെയ്യുന്നത്, അത് ചെയ്തില്ലെങ്കിലുള്ളൊരു പണിഷ്മെൻ്റ് ആണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. സോ ദേ മേക്ക് ഷുവർ ദേ ഡു ഇറ്റ്. സോ യെസ്, ദാറ്റ്സ് വൺ ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടർ കോൾഡ് ഈ പറയുന്ന കോൺസിക്വൻസസ് ഓർ പണിഷ്മെൻറ്റ്. ഇനി അതേപോലെ തന്നെ അതിൽ ഈ പറയുന്ന ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികളിൽ വേറെ കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർ ചെയ്യാനുണ്ടാകുന്ന റീസൺ, അത് തിരിച്ച് ആ ഹോംവർക്ക് ചെയ്ത് വന്ന് കഴിയുമ്പം ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ ഇല്ലേ, നോട്ട് ജസ്റ്റ് ടീച്ചർ, മറ്റേ ആ ക്ലാസ് മൊത്തം ഇവൻ കൊള്ളാലോ എന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ ഇല്ലേ, ആ ഒരു പ്രൈസ്, ഒരു സോഷ്യൽ അപ്രൂവൽ, ദാറ്റ് ക്യാൻ ബി വൺ റീസൺ ഫോർ സം പീപ്പിൾ ടു ഡു ലോട്ട് ഓഫ് തിങ്സ് സച്ച് ആസ് ജിമ്മിൽ പോകുന്നത്. ഇപ്പം അവർ ജിമ്മിൽ പോകാൻ തീരുമാനിക്കുന്ന ഒരു റെസൊല്യൂഷനായിട്ട് തീരുമാനിക്കുന്നത് തന്നെ ഒരു പക്ഷേ അവർക്ക് അവരെത്രത്തോളം സോഷ്യലി അപ്രൂവ്ഡ് ആവും എന്നുള്ളൊരു റീസൺ ആയിരിക്കാം. ഓർ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ദേ പോസ്റ്റ് പിക്ചർ, ലൈക്ക് പീപ്പിൾ പോസ്റ്റ് പിക്ചേഴ്സ്, ആൻഡ് അതിൽ കൂടുതൽ ആൾക്കാർക്കും പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നത് ഇസ് ഫോർ ദ കമൻറ്റ്സ്, ഇസ് ഫോർ ദ ലൈക്ക്, ഇതൊക്കെയാണ്. അതൊരു തരത്തിലുള്ള ഒരു സോഷ്യൽ അപ്രൂവലിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് റീസൺ. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടർ വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ തിങ് എന്ന് പറയുന്നത്, ഒരു തരത്തിൽ അവർക്കൊരു റിവാർഡ് കിട്ടുവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യും, നമ്മൾ ഓവർ ടൈം ചെയ്യാൻ തയ്യാറാവുന്നത് ബിക്കോസ് നമുക്കൊരു ബോണസ് കിട്ടാൻ ചാൻസ് ഉണ്ടാവാം. സോ വേറെ കുറച്ച് ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ ഹോംവർക്ക് ചെയ്യുന്നതോ നന്നായിട്ട് പഠിക്കുന്നതോ ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ഈ സോഷ്യൽ അപ്രൂവലിന് വേണ്ടിയിട്ടോ ഓർ പണിഷ്മെൻറ്റ് പേടിച്ചിട്ടോ ഒന്നുമല്ല, പക്ഷെ നേരെ മറിച്ച് ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഒരു പ്രൈസ് ഓർ റിവാർഡ് അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം. സോ ദിസ് കുഡ് ബി ദ റീസൺ. ഈ 3 ഫാക്ടേഴ്സാണ് നമ്മൾ മെയിൻലി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയാറുള്ളത്. സോ റിവാർഡ്, പണിഷ്മെൻറ്റ്, സോഷ്യൽ അപ്രൂവൽ അല്ലേ. ഇനി ഈ എക്സ്റ്റേണലി നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. എന്ത് തരത്തിലുള്ള മോട്ടിവേഷൻ ആണെങ്കിലും നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇതിൻ്റെ ഒരു വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ലാസ്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റെസൊല്യൂഷൻ എടുക്കുമ്പം നമ്മൾ ഏറ്റവും നന്നായിട്ട് കൺസിഡർ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ റെസൊല്യൂഷൻ എടുക്കുന്നത്, എന്താണ് നമ്മളെ ആ റെസൊല്യൂഷൻ എടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്. അതൊരു എക്സ്റ്റേണൽ ഫാക്ടർ ആണെങ്കിൽ നമ്മൾ
ഈസിലി ഗിവ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയാസിൽ ഈ പറയുന്ന പോലെ ഫോട്ടോസ് ഇടുന്നു, പക്ഷെ വിചാരിക്കുന്ന അത്ര കോമന്റ്സോ ലൈക്സ് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും, ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇൻ ദാറ്റ് കേസ് എന്താണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ? യെസ്, ഇറ്റ് ഈസ് ഇന്റേണൽ മോട്ടിവേഷൻ. Let's keep it simple. Internal motivation is when someone do things because they genuinely love doing it, or they enjoy doing it, or maybe they find it very meaningful to do it. For example, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ because I love sharing ideas, or കുറേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് they don't give up because അവർക്ക് ലൈക്സോ കമൻറ്റോ ഒന്നും അല്ല അവരെ അട്രാക്ട് ചെയ്യുന്നത്. ചിലപ്പം അവരുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് they love to keep it as memories. സോ ഇന്റേണൽ മോട്ടിവേഷൻ എന്താണെന്ന് നമ്മളൊരു വൺ സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും there are 3 types of internal motivation. So I'm gonna share the 3 little secrets for long lasting motivation. First one is autonomy. ഇത് പറയുമ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു എക്സാമ്പിളാണ്, നമ്മൾ വീട് വൃത്തിയാക്കുക അല്ലെങ്കിൽ തുണി മടക്കി വെക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ വരുമ്പോഴായിരിക്കും ബാക്ക് ചെയ്യുന്ന അമ്മയോ അച്ഛനോ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഇതുവരെ ചെയ്തില്ലേ, ഇതുവരെ തുണി മടക്കി വെച്ചില്ലേ എന്നുള്ള ഒരു കമന്റ് പാസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമുക്കത് ചെയ്യാനുള്ള ഒരു മൂഡ് നഷ്ടപ്പെടുന്നുണ്ടാവും. യെസ്, ഓട്ടോണമി ഈസ് വെൻ ഹാവിങ് കൺട്രോൾ ഓവർ യുവർ ഓൺ ചോയ്സസ്. നമ്മൾ പറഞ്ഞു റെസൊല്യൂഷൻസിൽ ഒരുപാട് ആൾക്കാർ എടുക്കുന്നത് കേട്ടിട്ടുള്ളത് ജിമ്മിൽ പോവാന്നുള്ളതാണ്. ആൻഡ് ഇപ്പം ജിമ്മിൽ പോകുന്ന കാര്യമാണെങ്കിൽ തന്നെ എന്ത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഏത് ടൈമിൽ പോകുന്നതാണ് താല്പര്യം. ഇന്ന് ഞാനൊരു 10 മിനിറ്റ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വയ്യ അതുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതേ സമയത്ത് നമ്മുടെ അടുത്ത് ഒരാൾ പറയുകയാണ് ജിമ്മിൽ വരുവാണെങ്കിൽ നിർബന്ധമായിട്ടും യു ഹാവ് ടു ഡു ഫോർ ലൈക്ക് 1 hour കണ്ടിന്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരണം എന്നാലേ ഞാൻ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ, ആൻഡ് ദീസ് ആർ ദ എക്സസൈസസ് വി ആർ ഗോണ സ്ട്രിക്ട്ലി ഡു ടുഡേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ്ഡ് ആവുകയാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യെസ്, ദ ഫസ്റ്റ് ലിറ്റിൽ സീക്രറ്റ് ഇസ് ഇഫ് യു നോട്ട് സ്റ്റേയിങ് മോട്ടിവേറ്റഡ്, ആസ്ക് യുവർ സെൽഫ് ലൈക്ക് ഡു ഐ ഹാവ് എ സേ ഇൻ ദിസ്? എനിക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടോ, ഇത് എൻ്റെ കൺട്രോളിലാണോ എന്നുള്ളത്. Now the second little secret is competence. Competence is when having this feeling of being very capable to do things. നമ്മുടെ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അതെനിക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നണം, അല്ലേ? ഇപ്പം സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ 1-ാം തീയതി തൊട്ട് ഞാൻ സ്മോക്കിംഗ് നിർത്തിയിരിക്കും, ഒരു 1-ാം തീയതി തൊട്ട് ഞാൻ ആൽക്കഹോൾ കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പം ഒരുപക്ഷെ അയാളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. ഒരു 1 day ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഇന്ന സമയം കൊണ്ട് ഞാനിത് ചെയ്തിരിക്കും, ഇന്ന സമയം ഇനി തൊട്ട് ഞാൻ ആൽക്കഹോൾ ഡ്രിങ്ക്സ് വാങ്ങില്ല കഴിക്കില്ല എന്ന് പറയുമ്പം you need to think how much you will be capable to do it എന്നുള്ളത്. സോ യെസ്, ഈ കേപ്പബിലിറ്റി ഓർ കപ്പാസിറ്റി എന്ന് നമ്മൾ പറയുമ്പം I'm not saying like don't do it because you are not capable to do it. No, അതല്ല ഞാൻ അവിടെ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത്. what I'm trying to say is നിങ്ങൾ എന്താണ് കേപ്പബിൾ അല്ലാത്തത് എന്നല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് നമ്മുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് നമ്മളെ കോമ്പീറ്റൻ്റ് ആക്കുക, എങ്ങനെയാണ് കേപ്പബിൾ ആക്കുക. ദ ആൻസർ ഈസ് സിമ്പിൾ. ടേക്ക് സ്മോൾ ബേബി സ്റ്റെപ്സ് എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ 10 സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ try to reduce it to 9 first, പിന്നെ 8, 7. So set up small goals, ഒരു ബേബി സ്റ്റെപ്സ് വെക്കുക. ആൻഡ് ഐം ടെല്ലിങ് യു ഗൈസ്, നമുക്ക് ആ ഒരു ചെറിയ ഗോൾസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുക. ആൻഡ് വി വിൽ ഫീൽ മോർ കേപ്പബിൾ ടു ഡു തിങ്സ്. സോ നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിഗ്രറ്റ്, ഗിൽറ്റി ഫീലിംഗ്, ആ ഒരു ഗിവിങ് അപ്പ് മെൻറ്റാലിറ്റി ഒക്കെ വരും. സോ സ്റ്റാർട്ട് സംതിങ് ഫ്രം സ്മോൾ വിച്ച് ഈസ് മോർ ഈസി ടു ഹാൻഡിൽ rather than having a very long term goal. Third little secret is relatedness. റിലേറ്റഡ്നെസ്സിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കും ടീം മീറ്റിങ്ങിലൊക്കെ മാനേജറോ ആരെങ്കിലും നമുക്കൊരു ഷൗട്ട് ഔട്ട് തരുമ്പം വി ഫീൽ മോർ കണക്റ്റഡ് ടു ദ ഹോൾ ടീം, അല്ലെങ്കിൽ
നമ്മളും ആ ടീമിലെ ഒരു മെമ്പറായിട്ട് റെക്കഗ്നൈസ്ഡ് ആവുകയാണെന്നുള്ളൊരു തോട്ട് തന്നെ നമ്മളെ ഇന്റേണലി കൂടുതൽ ഇനിയും നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം മോട്ടിവേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓർ തിങ്ക് അബൌട്ട് ദിസ്, നമുക്ക് ജിമ്മിൽ പോകാൻ നല്ല മടിയുള്ള ഒരാളാണെങ്കിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക, പകരം നമ്മൾക്കൊരു ജിം ബഡിനെയും കൂടെ കൂട്ടിയിട്ട് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ടുഗെദർ. ഓർ നമുക്ക് വാക്കിങ്ങിന് പോകാൻ താല്പര്യമുണ്ട് പക്ഷെ മടിയും വരുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നത് നിർത്തുക, പകരം നമ്മൾ വേറൊരാളുടെ കൂടെ അല്ലെങ്കിൽ ഒരു വാക്കിംഗ് ഗ്രൂപ്പിന്റെ കൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ റെസൊല്യൂഷൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വെക്കുവാണെങ്കിൽ ഐ ക്യാൻ അഷ്യൂർ യു ഗൈസ് ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യുവർ മോട്ടിവേഷൻ. റെസൊല്യൂഷൻസ് എടുത്ത ആൾക്കാരോടോ അല്ലെങ്കിൽ ലൈഫിൽ ഡിസിഷൻസ് എടുത്ത ആൾക്കാരോടോ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ഫീൽ സ്റ്റക്ക് ദ നെക്സ്റ്റ് ടൈം, remember it this way. Are you doing this because you feel forced to do it, or is it because you love doing it? And if you love doing it, think about like how to make it much simple as possible for you, and how to make it like very flexible, korchum kuda choices add cheya, and also like how to make it more entertaining for you. So don't forget the 3 pillars of internal motivation or the long lasting motivation: autonomy, competence and relatedness. So think about yourself. എന്താണ് നിങ്ങളെ അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ try to add more flavors into your decision, and this will definitely help you to feel motivated and to achieve things. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മറ്റ് വീഡിയോസിൽ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ just let me know. We will try to cover those things. Thank you. Bye.